ഇത് പണി പാടും മോനെ, ഉറപ്പായിട്ടും പണി പാടും. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? പിന്നെ അല്ലാണ്ട് നിനക്കൊരു വാക്ക് പറയാറുന്നില്ല അവന്റെ പുറത്തോട്ട് കയറാൻ പോണെന്നുള്ളത്. എടാ ഞാൻ അവന്റെ പേര് മാത്രം സുന്ദരനുള്ളൂ. വള്ളിനാരെ പോലെ ഇരിക്കണെങ്കിൽ കൊട്ടേഷൻ ആണ് കൊട്ടേഷൻ. മുട്ടാൻ നിന്നാണ്ടല്ല വെട്ടി കീറിക്കളയും. നമ്മളവനെ തല്ലാനോ കൊല്ലാനോ ഒന്നും വന്നതല്ല. എൻ്റെ പെങ്ങളെ അവൻ റോഡിൽ വെച്ച് കണ്ടപ്പോൾ ഇത്തിരി മോശമായിട്ട് പെരുമാറി. അതറിഞ്ഞപ്പോൾ ഒന്ന് നേരി കണ്ട് ചോദിക്കണമെന്ന് തോന്നി. അതിപ്പോൾ നിൻ്റെ പെങ്ങളായാലും എൻ്റെ പെങ്ങളായാലും നമ്മൾ ചോദിക്കൂലേ, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ അവനാളത്ര വെടിപ്പല്ലാത്തതുകൊണ്ട് എനിക്കൊരു പേടി. അതാ ഞാൻ നിന്നെയും കൂടെ കൂട്ടിയത്. ഇതിപ്പോൾ നീ എന്നെയും പേടിപ്പിച്ചില്ലല്ലോ. അവന്റെ കാര്യത്തിലാകുമ്പോൾ ആരായാലും ഒന്ന് പേടിക്കും. നീ വാ, ആ തെണ്ടിപ്പോരും. സുന്ദര, എൻ്റെ പെങ്ങളോട് നീ ഇത്തിരി മോശമായിട്ട് സംസാരിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. അതിനി ഉണ്ടാവരുത്. ഏത് പെങ്ങള്? എന്തുട്ടാ നീ പറയണേ? ഹലോ, ഇല്ലടാ, അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ വേറൊരു സ്ഥലത്താണ്. ഞാൻ നിന്നെ വിളിച്ചോളാം. എന്തായാലും വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ വിളിച്ചോളാം. പെങ്ങളെ പറയണോടാ. എടാ നീ എന്ത് പണിയെ കാണിച്ച് അവരൊന്ന് പറ്റിയാവും നമ്മുടെ കുടുംബം വെച്ചേക്കോ. എടാ പറ്റിപ്പോയി. എന്തായാലും ഇവന് ബോധം വന്നേക്കുമ്പോൾ നമുക്കൊരു സ്കൂട്ടാവാം. ഞാൻ എന്തായാലും കുറച്ച് ദിവസം മാറിക്കാൻ പാണ്. നീ ഒരിക്കലും മാറിയിട്ട് കിട്ടോ. നിനക്കവനെ തല്ലാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയേ? ഞാൻ പറഞ്ഞാൽ ഇത് പറഞ്ഞു തീർക്കാനാ വന്നേന്ന്. എന്നോട് ഞാൻ പറഞ്ഞില്ല പറ്റിപ്പോയിന്ന്. ഞാൻ അതിനെ പറ്റി പറഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? നീ ഒരിക്കലും മാറി നിൽക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ വരുമെന്ന് വെട്ടു. ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പം വിളിച്ചിട്ട് ഫോൺ എടുക്കണൂല്ല അവൻ. പാട്ടി ഇങ്ങോട്ട് കൊണ്ടു നേരത്താണ് അവനെ കൂട്ടാൻ തോന്നിയത്. നീ എവിടെ പോണേ? ആ, ഞാൻ 2 ദിവസത്തേക്ക് കൂടി ഉണ്ടാവില്ല. എന്തിനു പോണതാ? ഞാൻ വർക്കിൻ്റെ കാര്യത്തിന് വിട്ടിട്ട് പോണതാ. അവളോടെ? അവള് കുളിക്കണ്. ഇതാരുടെ ഫോൺ കുത്തി വെച്ചത്? അത് നിന്റെ പെങ്ങടെ അല്ലാണ്ടാരുടെ? മിസ്ഡ് കോൾ. SSS. ഇതാരത്? വാട്സപ്പിൽ നോക്കാം. SSS. ഇവനോ? ഇവനെന്ത് ഇവിടെ കഴിച്ചേക്കണേ? ഇത് കുറേ ഉണ്ടല്ലോ. മോളൂസേ, നമ്മുടെ ചുറ്റിക്കളിയിൽ നിന്ന് നിന്റെ ചെണ്ട പൊക്കിയാനേട്ടാ. ജസ്റ്റിനാ മിസ്സായത്. നിന്റെ ചെണ്ട നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് സുന്ദരമായിട്ട് 2 പൊട്ടിക്കേണ്ടി വന്നു. ഈ പെലിമടയിൽ നിന്നും പുലിമടയിലേക്ക് ചാടിയ അവസ്ഥയാണ് എൻ്റെ. തലക്കാലം മാറി നിൽക്കാമാണ്. നിന്റെ ചേണ്ടതൊന്നും മനസ്സിലായിട്ടില്ലല്ലോ അല്ലേ? ആ പൊട്ടനോട് എങ്ങോട്ടെങ്കിലും മാറിക്കണം പറ, അല്ലെങ്കിൽ സുന്ദര വീട്ടിൽ കയറി വെട്ടും. കൂടെ നിന്നിട്ട് 8ന്റെ പണി തന്നല്ലേ. ചേട്ടാ നിർത്തിക്കോ. നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? ആ, അവളുടെ കൂടെ പല സ്ഥലത്ത് പലപ്പോഴായിട്ട്. എന്താ ഊടായിപ്പണോ? ഇപ്പൊ ചുറ്റിക്കളിയാണല്ലേ? അതും കൂട്ടുകാരനറിയാതെ. നമുക്ക് ആദ്യം ഇതാ വിളിച്ചാലോ, എന്നിട്ട് വരെ എൻ്റെ കാര്യം. പെങ്ങളെ പറയണോടാ. നിന്നെ ഞാൻ കൊല്ലോളാം പട്ടി.